ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇത് കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്ന എന്നാൽ അധികം ആരും അറിയാത്ത ഒരു സംഭവമാണിത്. 10,000 രൂപ ബെറ്റ് വെച്ചിട്ട് യുവാക്കൾ തമ്മിലുള്ള മത്സരമാണ്. 5 ബോട്ടിൽ മദ്യം, അധികം വെള്ളമൊന്നും ചേർക്കാതെ കുടിച്ചു. ഒരു യുവാവ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. മദ്യം കഴിച്ചാൽ മരിക്കുമോ? പലർക്കും ഇത് കേൾക്കുമ്പോൾ തോന്നും ഞാനൊക്കെ പ്രശസ്തനായ കുടിക്കാരനാണ്, എന്നിട്ട് ഞാനൊന്നും മരിക്കുന്നില്ലല്ലോ ഡോക്ടർ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ മദ്യം ഒരളവിന് മുകളിലായി കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് പലർക്കും അറിയത്തില്ല. പലരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ബോധം കെട്ട് കിടക്കുകയാണ്. പലരും പറയും കിടന്നോട്ടെ, കിടന്ന് ഒരു ഉറക്കം കഴിഞ്ഞാൽ അവനങ്ങ് ഉണർന്നോളൂ എന്ന്. എന്നാൽ പലരും ഇതേപോലെ കുടിച്ച് ബോധമില്ലാതെ വീട്ടിനകത്ത് കിടന്ന് രാത്രി പലരും കുടിച്ച് ലക്ക് കെട്ട് മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഈ അമിതമായി മദ്യം ചെന്നതാണ് മരണകാരണം എന്ന് അറിയാത്തത് കൊണ്ട് പലരും ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരണം അടഞ്ഞു എന്നൊക്കെയുള്ള വാർത്തയായിട്ട് അത് മാറിപ്പോവുകയും ചെയ്യും. മദ്യപാനിയാണ്, തുടർച്ചയായിട്ടുള്ള മദ്യപാനം കൊണ്ടുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന ലെവലിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. എന്നാൽ ഒരളവിന് മുകളിൽ മദ്യം ചുരുങ്ങിയ സമയത്ത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മരണത്തിന് വരെ കാരണമാകും. എങ്ങനെയെന്ന് വിശദീകരിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന മദ്യം ഒരളവിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇത് ആദ്യം നമ്മുടെ തലച്ചോറിന്റെ കോർഡിനേഷൻ ഇല്ലാതാക്കും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു കടുംപിടുത്തം, നമ്മുടെ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മടിയുണ്ട്, നമ്മൾ പലരും ചെയ്യാതിരിക്കത്തില്ലേ? അതെല്ലാം തന്നെ ആദ്യത്തെ ഒരു ചെറിയ അളവ് മദ്യമൊക്കെ എത്തുമ്പോൾ ബ്രെയിനിന്റെ ആ കോർഡിനേഷൻ അങ്ങ് ഇല്ലാതാവും. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിലിരിക്കുന്ന ആൾക്കാർ 2 പെഗ് മദ്യം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചിരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഭയങ്കര ആഘോഷ പരിപാടികൾ. മനസ്സിൽ വേണ്ട എന്ന് പറഞ്ഞ് പുറകിലേക്ക് വലിക്കുന്ന ആ ഒരു പിടി അങ്ങ് ഗ്രാജുവലി അലിഞ്ഞില്ലാതാകും. ഇതാണ് ബ്രെയിനിന്റെ കോർഡിനേഷൻ കുറയുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ ലക്ഷണം. പലപ്പോഴും ഇതിനെ നമ്മൾ എല്ലാവരും തന്നെ ലഹരി എന്ന് വിചാരിക്കുകയും ഇത്തരത്തിൽ ബ്രെയിനിന്റെ കോർഡിനേഷൻ കുറയുന്നത് ഹാപ്പി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒരു പരിധിക്ക് മുകളിലേക്ക് മദ്യം എത്തിക്കഴിഞ്ഞാൽ ഇത് തലച്ചോറിന്റെ ശരീരത്തിന് മുഴുവനുള്ള കോർഡിനേഷൻ അങ്ങ് ഇല്ലാതാക്കും. സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ടല്ലോ, ഹൃദയം, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം, നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, നമ്മുടെ ശരീരത്തിന്റെ രക്തഓട്ടത്തിന്റെ നിയന്ത്രണം, ഇതിനെല്ലാത്തിനെയും തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. ഈ കോർഡിനേഷൻ അങ്ങ് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ശരീരം ക്രമേണ കുഴഞ്ഞു പോവുകയും ഇങ്ങനെ മരണമടയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഉയർന്ന അളവിൽ മദ്യം എത്തുന്ന ഏതൊരു മനുഷ്യനും ഇത്തരത്തിൽ ആൽക്കഹോൾ പോയ്സണിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആളുടെ മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യവുമുണ്ട്. എത്ര അളവ് മദ്യം കഴിച്ചാലാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലർക്കും ഇത് കേൾക്കുമ്പോൾ സംശയം തോന്നും. 2 മണിക്കൂർ കൊണ്ട് 5 ലാർജിന്റെ അളവിൽ ഏതൊരാൾ കഴിച്ചിരുന്നാലും അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ആൽക്കഹോൾ പോയ്സണിങ് കാറ്റഗറിയിൽ വരും. എന്നാൽ നമ്മൾ പലപ്പോഴും 2 മണിക്കൂർ കൊണ്ട് ഒരു 5 പെഗ് അല്ലെങ്കിൽ 5 ലാർജ് എന്നൊക്കെ പറയുന്നത് പലർക്കും ഞാനൊക്കെ കഴിക്കുന്നതാണല്ലോ എന്ന് തോന്നലുണ്ടാവും. എന്നാൽ പതിവായിട്ട് കഴിക്കുന്നവർക്ക് ഇതിനേക്കാൾ ഒരു അല്പം കൂടെ ഉയർന്ന അളവിൽ വരെ ആ മദ്യം ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. എന്നാൽ വലിയ മദ്യപിച്ച ശീലമില്ലാത്തവർ ഉയർന്ന അളവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മദ്യം എത്തിക്കഴിഞ്ഞാൽ മദ്യം വിഷമായിട്ട് ശരീരത്തിൽ വർക്ക് ചെയ്യും. ഇതിന്റെ തുടക്കത്തിലുള്ള ലക്ഷണം നമുക്ക് ആദ്യം സംസാരം കുഴയുന്ന പോലെ തോന്നും, കാഴ്ച മങ്ങുന്ന പോലെ തോന്നും, കൈകൾ കൊണ്ട് കോർഡിനേഷൻ, നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പിടിക്കണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കില്ല, ശരീരം കുഴഞ്ഞു പോകും, സൗണ്ടൊക്കെ കുഴഞ്ഞു പോയിട്ട് ക്രമേണ കാഴ്ച മങ്ങി കുഴഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് ആദ്യം എത്തും. ക്രമേണ നമ്മുടെ ശരീരത്തിന്റെ ഹൃദയമിടിപ്പിന് വ്യത്യാസം വരുന്നു. ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ഹൃദയമിടിപ്പിന്റെ താളം ക്രമേണ കുറഞ്ഞ് ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നു, ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലാവും. ഒരു മിനിറ്റിൽ ഏകദേശം 25 തവണ വരെ നമ്മൾ ശ്വാസം എടുത്തു വിടും. എന്നാൽ ഈ ആൽക്കഹോളിക് പോയ്സണിങ് വന്നിട്ടുള്ള ഒരാൾക്ക് 1 മിനിറ്റിൽ 10-ൽ താഴേക്കായിട്ട് അവരുടെ ശ്വാസം ഇടിപ്പ് കുറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ക്രമേണ ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ വരാം. ഓക്സിജന്റെ അളവ് രക്തത്തിൽ ക്രമാതീതമായി കുറഞ്ഞു പോവുകയും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറഞ്ഞ് ഹൈപ്പോതെർമിയ എന്നൊരു അവസ്ഥയിലേക്കും വരും. നമ്മൾ കുറേ നേരം വെള്ളത്തിനകത്ത് കിടന്നാൽ നമ്മുടെ സ്കിന്നിനകത്ത് ചേഞ്ചസ് വരുന്നില്ലേ, ചുളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന് ഒരു ചേഞ്ചസ് വരികയും നിറം വളരെ ായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ താളം തെറ്റുകയും ഹൃദയമിടിപ്പ് നിലച്ച് ആൾ മരണപ്പെടുകയും ചെയ്യാം. ഇനി ഇതുപോലെ ഉയർന്ന അളവിൽ മദ്യം എടുക്കുന്നവർ ഒരുപക്ഷെ മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും തലച്ചോറിന് വളരെ സാരമായിട്ടുള്ള പരിക്കുണ്ടായി, ഗുരുതരമായിട്ടുള്ള ബ്രെയിൻ ഡാമേജ് ഉണ്ടായി, പിന്നുള്ള ജീവിതകാലം കോമയിൽ കിടക്കുന്ന അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയും സംഭവിച്ചു എന്ന് വരാം. ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഈ ആൽക്കഹോളിക് പോയ്സണിങ്ങിൽ സംഭവിക്കാം. അതുകൊണ്ട് മദ്യം കഴിക്കുന്നവർ മനസ്സിലാക്കുക, അളവാണ് പ്രധാനം. ചെറിയ അളവിൽ മാത്രം, ഒരു ചെറിയ കിക്ക് കിട്ടുന്നതിന് മാത്രം മദ്യം കഴിക്കുക. അമിതമായിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതവും താളം തെറ്റിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ശരീരത്തിനുണ്ടാകുന്നില്ല. ഈ മദ്യം ഉള്ളിലേക്ക് ചെല്ലുന്നത് പലരും വിചാരിക്കുന്നത് കരളിനെ മാത്രമാണ് ബാധിക്കുന്നതെന്ന്. അല്ല, കരളിനെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഇത് പാൻക്രിയാസിനെ ബാധിക്കുന്നു, ഈ
ഇൻസുലിൻ മെറ്റബോളിസത്തിനെ താളം തെറ്റിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്ന, ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് മദ്യം എപ്പോഴും അളവ് ലിമിറ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന്റെ രീതി നോക്കി മാത്രം കഴിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ആൽക്കഹോളിക് പോയ്സണിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തൽക്കാലം കിടന്നുറങ്ങിക്കോട്ടെ, ഒരു ഉറക്കം കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ച് ഒരാളെ ഒരിക്കലും അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കരുത്. ഒരിക്കലും അവരുടെ ബോധം പോകുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അവരെ ഉണർത്തിയിരുത്തി എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. മാത്രമല്ല, മദ്യപിക്കുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് വെറും വയറ്റിൽ കൂടുതൽ അളവിൽ മദ്യം ചെല്ലരുത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തലച്ചോറിനെ അത് ബാധിക്കുന്ന ഒരു അവസ്ഥ എത്തും. രണ്ടാമത്തത്, സുഹൃത്തുക്കളുമായി പലപ്പോഴും മത്സരിച്ച് ഈ ബെറ്റൊക്കെ വെച്ചിട്ട് മദ്യപിക്കുന്ന ഒരു ശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി നോക്കി മാത്രമേ മദ്യം കഴിക്കാവുള്ളൂ. അളവ് എത്ര വരെ ആകാമെന്ന് ആദ്യമേ ഒരു മുൻകൂട്ടി ധാരണ വേണം, അതല്ലാതെ മദ്യപിക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം മദ്യം എന്ന് പറയുന്നത് ഇന്ന് പല നമ്മുടെ വീടുകളിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പാനീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അളവിന്റെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക തന്നെ വേണം. വെറുതെ എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊലയ്ക്ക് കൊടുക്കുന്നത്, അല്ലേ? ഒന്ന് ഷെയർ ചെയ്തോളൂ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.